ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 250 ml കപ്പിലാണ് കേട്ടോ നമ്മൾ മെഷർമെൻറ്റ് പറയുന്നത്. അപ്പം മിൽക്ക് 1 കപ്പാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 കപ്പോളം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ആ പാലിലേക്ക് കോൺഫ്ലോർ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി അതിലേക്ക് ഒരു 2 നുള്ള് വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്ക പൊടിയോ ചേർത്ത് കൊടുക്കാവേ. ഞാനിവിടെ വാനില എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ച് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. തിളപ്പിച്ച് കുറുകി വരും കേട്ടോ. നമ്മൾ ആ കോൺഫ്ലോർ ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആ മിൽക്ക് നന്നായിട്ട് കുറുകിയ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. പതിയെ പതിയെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ കോൺഫ്ലോർ മിക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കൂൾ ചെയ്യാനായിട്ട് വേറൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചൂടോടുകൂടി തന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പിൻ്റെ പകുതിയോളം മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിൽക്ക് ചോക്ലേറ്റ് കയ്യിലില്ലാത്തവരാണെങ്കിൽ മിൽക്കി ബാറിൻ്റെ ഒരു 10 രൂപയുടെ പാക്ക് മേടിച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി അത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറുന്നതിനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ചൂടാറിയ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതേ നമ്മൾ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ആ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് തണുത്ത ശേഷം മാത്രം നമ്മൾ ആ ഒരു മിൽക്ക് മിക്സിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ മിൽക്ക് മിക്സിലേക്ക് ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഒരു 4-5 മണിക്കൂറോളം എങ്കിലും നമ്മൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ ദേ നമ്മൾ ഓവർനൈറ്റ് നന്നായിട്ട് സെറ്റാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് കൂളാക്കി എടുത്ത ഡ്രിങ്കാണ് കേട്ടോ. ഇത് നന്നായിട്ട് തണുപ്പിച്ച് കഴിച്ചാലാണ് നമ്മുടെ ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ചിയാ സീഡും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ആ ഒരു ചിയാ സീഡ് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴും അല്ലെങ്കിൽ ഈ മിക്സിൽ കിടക്കുന്നത് കാണാൻ തന്നെ നമുക്ക് നല്ല രസമാണ്. അപ്പോൾ ആ ചിയാ സീഡും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ അതേ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ ഞാനിവിടെ 2 ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2-നകത്തേക്കും ഞാനവിടെ ഫുള്ളായിട്ട് നമ്മുടെ ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിന് മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ അനാറാണ് കേട്ടോ അതിന് മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു റെഡ് കളർ വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഡ്രിങ്കിന് നല്ല കളർഫുൾ ലുക്ക് കിട്ടും കേട്ടോ. ഇതുവരെയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സമ്മർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അവരുടെ വയറും മനസ്സും ഒരുപോലെ നിറയുന്ന നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.